പാലാ നഗരസഭാ പരിധിയിൽ വീണ്ടും ട്രാഫിക് പരിഷ്കരണം. പുലിയന്നൂർ കാണിക്ക മണ്ഡപം ജംഗ്ഷൻ മുതൽ സെന്റ് തോമസ് കോളേജിന് എതിർവശമുള്ള SH ഹോസ്റ്റൽ വരെയുള്ള ഭാഗങ്ങളിലാണ് ട്രാഫിക് ക്രമീകരണങ്ങൾ പുനഃക്രമീകരിച്ചത്. നഗരസഭാ ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമുള്ള ക്രമീകരണങ്ങൾ മരിയൻ സെന്റർ ഭാഗത്ത് വരുത്തിയിട്ടുണ്ടെന്നും സുഗമമായ യാത്രയ്ക്കായി വാഹന ഡ്രൈവർമാർ സഹകരിക്കണമെന്നും ചെയർമാൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താലൂക്ക് വികസന സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മരിയൻ സെന്ററിന്റെ സമീപമുള്ള ബസ് സ്റ്റോപ്പും അല്പം മുൻപോട്ട് പോയാൽ കൊച്ചിൻ സനിവേസിന് സമീപമാക്കുന്നതിന് തീരുമാനിച്ചു. തൊടുപുഴ ഭാഗത്തു നിന്ന് ബൈപ്പാസ് വഴി കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മരിയൻ സെന്റർ ഭാഗത്തു നിന്നും വലത്തേക്ക് തിരിയാതെ SH ഹോസ്റ്റലിന്റെ മുൻപിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ടതാണെന്നും മരിയൻ സെന്റർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ റൈറ്റ് ടേൺ എടുക്കുവാൻ പാടുള്ളതല്ല എന്നും നിശ്ചയിച്ചു. നഗരസഭ ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമുള്ള ക്രമീകരണങ്ങൾ മരിയൻ സെന്റർ ഭാഗത്ത് വരുത്തിയിട്ടുണ്ടെന്നും സുഗമമായ യാത്രയ്ക്കായി വാഹനം സഹകരിക്കണമെന്നും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. പാലാ ഡിവൈഎസ്പി കെ സദൻ, ട്രാഫിക് SI സുരേഷ് കുമാർ, മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, PWD റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈബി, നഗരസഭാ കൗൺസിലർ ബിജി ജോജോ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ സിഗ്നൽ ബോർഡുകളും സ്ഥാപിച്ചു. i4A ന്യൂസ്, പാലാ.